ഹായ് ഗൈസ്, അപ്പൊ എന്തുണ്ട് വിശേഷം? അപ്പൊ ഇന്ന് മൂന്നാമത്തെ നോമ്പായി. ഞങ്ങൾക്ക് ഇന്നലെ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല ഗൈസ്, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡെയിലി ഇടണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾ ഫുൾ പവറോടെ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആരാണെന്ന് അറിയോ? ഇന്ന് ഞങ്ങളുടെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ അതിഥി ഉണ്ട്. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഞങ്ങളൊരു അറബിനെ ഇറക്കുമതി ചെയ്തു. ഇല്ല അർഷാദെ, ഇറക്കുമതി ചെയ്തില്ലേ? അതെ. അപ്പം അറബിന്റെ എൻട്രി കൊടുക്കല്ലേ? എന്നിട്ട് ഇവിടുത്തെ വിശേഷമൊക്കെ കാണിച്ചു തരാം. അറബിനെയും കൊണ്ടാണ് നിങ്ങൾ അടുക്കളൊക്കെ വിസിറ്റ് ചെയ്യണത് കേട്ടോ. അറബി താൽ. അസ്സലാമലൈക്കും, കൈഫൽ ഹാൽ? എന്താ അറബിന്റെ കയ്യിലെന്താ? എന്താ തവളനെയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞങ്ങളെ കാട്ടറബിയാണ് ഗായ്സ്. എന്തുണ്ട്, നോമ്പുണ്ടോ? ഞങ്ങൾ ഇന്ന് ഫതിലു അറബിനെ ആക്കിയിട്ട് ഞങ്ങൾ ഇന്ന് രണ്ടാളും അടുക്കള വിസിറ്റ് ചെയ്യാൻ പോണ്. അറബി മലയാളം സംസാരിക്കുമോ അതോ? കുറച്ച്. അസ്സലാമലൈക്കും. അറബിക്ക് സലാമൊന്നുമില്ല ഗായ്സ്. തവള നോക്ക് ഗായ്സ്, തവള എങ്ങനെയുണ്ട്? വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞങ്ങള് പാർസലായിട്ട് അയച്ചു തരും. അപ്പൊ ഞങ്ങള് ബാ വിശേഷമൊക്കെ കാണിച്ചു തരാം. മൈക്കില്ല എൻ്റെ അടുത്ത്. ബാ നമ്മൾ ഇതാക്കണ നേരെ പോയാ തന്നെ ഞങ്ങള് വാപ്പാനെ കാണിച്ചു തരാം. വാപ്പ അവിടെ കിടക്കാണ്. കാണിച്ചു കൊടുക്കണോ? കാണിച്ചു കൊടുക്കാം. കമോൺ. ഉറങ്ങാണ് ഗൈസ്, ഉറങ്ങാണ്. നിങ്ങൾ ശല്യപ്പെടുത്തണില്ല. കട്ടറബി കമോൺ. ഞങ്ങൾ അറബിനെ ഇഷ്ടപ്പെട്ടോ? ഞങ്ങളെ ഫതിലു അറബിനെ ഇഷ്ടപ്പെട്ടിക്കണെങ്കിൽ നിങ്ങള് അഭിപ്രായം പറയാ. ഓന് വന്ന് എൻട്രിയില് ഇങ്ങനൊക്കെ ഉണ്ടായിനു. ഇതാണ് ചേരുക മറ്റേ ആടുജീവിതത്തെ ക്രൂരനായ അറബി. വാ അടുക്കളയിൽ ഇന്ന് എന്തൊക്കെയാ സ്പെഷ്യൽ നമുക്ക് നോക്കട്ടോ. ഇന്ന് പിന്നെ ലാമി എവിടെയെന്ന് ചോദിച്ചു. ലാമി എത്തിയിട്ടുണ്ട് ഗൈസ്. നിങ്ങളെല്ലാവരെയും പൊന്നോമന പുത്രിയായ ലാമി എത്തിയിട്ടുണ്ട്. ലാമിയോളെ പെരയിലേനു. കമോൺ. ഇത് പൂക്കി അറബിയാണ്, കാട്ടറബിയല്ലേ. മാമ ഒരു സ്പെഷ്യൽ അതിഥി ഉണ്ട് നിങ്ങൾക്ക്. ഒരു സ്പെഷ്യൽ അതിഥി ഉണ്ട്. കാട്ടറബിയല്ല, പൂക്കി അറബി. തലയിലെ കൂടെ ഒക്കെ വന്നപ്പെട്ടിക്കണ്. അറബി മലയാളം സംസാരിക്കോ? ഇതുവരെയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അറബി മലയാളാണ്. അറബി എന്തൊക്കെയാണ് സ്പെഷ്യൽ നോക്കിയിട്ട് പറഞ്ഞു കൊടുത്താ. അതെന്താണ് ഇതെന്താ ഉണ്ടാക്കണ? അതെന്താണ് ലാവിന്റെ സ്പെഷ്യൽ? എന്താ? ഗൾഫിലൊക്കെ അങ്ങനെയാ. മൈക്ക് കാണിച്ചു കൊടുക്കും. ഖത്തറിന് ഇറക്കുമതി ചെയ്തതാണ്. ഖത്തർ എന്ന് പറയുന്നത് ഖത്തർ. അപ്പൊ എന്താണ് ലാമിന്റെ സ്പെഷ്യൽ? എന്താണ് ചോയ്ക്ക് അറബി. ഇന്ന് അറബിന്റെ കയ്യിലാണ് ഞങ്ങൾ മൈക്ക് തന്നിട്ടുള്ളത്. അല്ല സ്പെഷ്യൽ എന്ത്? ചിക്കൻ കറി. ലാമിന്റെ ചിക്കൻ കറിയാണ് ഗായ്സ്. ഞങ്ങൾ ഇത് തുറന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങള് കമന്റിനൊക്കെ റിപ്ലൈ തരും. ഓക്കെ, വേറെത്തുല്ല. അറബി യുവർ ബ്രദർ. ഇതാണ് അറബി വസിയുദ്ദജ്ജാൽ. എന്നിട്ട് ചോയ്ക്ക് എന്തൊക്കെ? പിന്നെ ഇൻട്രോവേർട്ടായ അറബി സംഭവം പെൽച്ചക്കൊന്നും എണീച്ചില്ലെങ്കിലും നോമ്പൊക്കെ ഉണ്ടെന്ന് പിന്നെ പറയണത്. 5 വക്ത് നിസ്കാരം അല്ല, പൂക്കിയാണ്. നമ്മള് അങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡിലൊക്കെ ഞങ്ങള് സംസാരിക്കുള്ളൂ. ഇങ്ങനെയൊക്കെ കാട്ടി ഖത്തറിലൊക്കെ ഇങ്ങനെയൊക്കെ കാട്ടി. ഖത്തറിലൊക്കെ അങ്ങനെയാണെന്ന്. സൗദിയില് നമ്മള് സൗദിയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തേക്കണേ. അല്ല വാ ആശി എന്താ മാമാന്റെ അടുത്ത് പോയോക്കുണ്ട്. ആശി മാമ അയക്കണോ? സമയം 3:15. ഇനിയുണ്ട് സമയം. പിന്നെ ഇന്ന് തുറക്കാൻ എല്ലാരും ഉണ്ട്. പിന്നെ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കണ്ട, അറിയോ? എന്നാലും എല്ലാരും ഉണ്ടാവും. അതെ, ഇന്ന് ഞങ്ങൾ എല്ലാരും ഉണ്ടോ. ഞങ്ങള് ഫസ്റ്റത്തെ 2 നോമ്പിന് ഞങ്ങൾ പെരയിലില്ലേന് തുറക്കാന്. ക്യാമറമാൻ ഇല്ലല്ലോ നോമ്പ്. അർഷുവിന് നോമ്പില്ല. എന്തോ കുടിക്കണ്ടല്ലോ എത്താപ്പത്. ഓന്റെ ചെറിമ്മ എന്തോണ്ട് ഗൈസ്. ഓന്റെ ചെറിമ്മ എന്തോണ്ട് ഞാൻ കാണിച്ചു. കൊടുക്ക്. പറയ് 2 വാക്ക്. അപ്പൊ അർഷാദിന് ഫുഡ് കഴിക്കണം എന്നാണ് ഞങ്ങള് പറയണത്. 2 തുറവുണ്ട് അവിടെ. അപ്പൊ ഞങ്ങൾ അറബിനെ വേണോ ബർത്ത്ഡേക്ക്?
ബർത്ത്ഡേക്ക് ഞങ്ങൾ അറബിനെ കൊണ്ടുവരണോ ആണോ? ഫ്രീ ഫുഡ് കിട്ടോ സ്പെഷ്യൽ ആശി എന്തോ ആശിക്ക് വിശക്കുണ്ടോ വിശക്കുണ്ടോ ആശി ഫുള്ള് സൈലന്റ് ആയിക്കണല്ലോ എന്തെറ്റി ലാമി ഉണ്ടായോണ്ടാണോണ്ട് പേടി ലാമി തറയാവ് എന്ത് ലാമി എന്താ പറയണേ ഇതിന്റെ മൈക്കോ എന്താ പേടിക്കരുത് ആണല്ലേ അപ്പം എന്താ മാമ എന്താ ഉണ്ടാക്കണേ മാമ ദോശ ഉണ്ടാക്കി ഇപ്പൊ ദോശ അല്ല എനിക്ക് പക്ഷെ ദോശ ഞാൻ കഴിക്കൂല എന്ത് ഇത് പഫ്സിനില്ല കേട്ടോ അറിയായിരിക്കലും പപ്സ് മാമന്റെ സ്പെഷ്യൽ പഫ്സ് എങ്ങനെ ഉണ്ടാക്കുക ദോശ ഒന്നുമില്ല ഞങ്ങള് ചപ്പാത്തി അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങള് ഫുൾ ഹെൽത്തി അർഷാദെ അറബി അർഷാദിനെ കഴിച്ചത് എന്തിനാ അറബി നമ്മള് ഹെൽത്തി ഇതൊക്കെ നല്ല മന്തിയിലേ അൽഫാം നോന്ന് പലിച്ചക്ക് അൽഫാം അയച്ച ഗൈസ് ഇന്നലെ ഞങ്ങള് അൽഫാം ഹെൽത്തിയാ എത്ര തിന്നാലും വീണ്ടും വീണ്ടും അൽഫാമും മതി അപ്പൊ ദോശ പിന്നെ അതേപോലെ സ്പെഷ്യൽ പപ്സിന്റെ മസാലയാണ് ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കോയിമുട്ട നമുക്ക് വേണം അതതിനല്ലേ ആ ഒരു സ്നേഹമൊന്നുമില്ലടാ അവിടെ ജിമ്മിന് പോണൊന്നുമില്ല ഒറ്റക്കന്നെ ഉണ്ടാക്കണം. കിട്ടണത് തിന്ന് പോണം അതേപോലെ ഓളെന്തോ പറയണ്ട് ബാബി രാവിലെ ഇന്നലെ ഞാനോ ബാബി ഇന്നലെ പലിച്ചക്കെന്ന് മുട്ട മുട്ട തന്നിട്ടില്ല. മുട്ട എന്നിട്ടില്ല ലാമി കഴിച്ച് ലാമി ഒരു മാസമായിട്ട് ജിമ്മിനൊക്കെ പോണ്ട് മാറ്റുണ്ടെങ്കിൽ കമന്റിൽ പറയാ മാറ്റൊന്നുമില്ല സംഭവല്ലേ മുഞ്ചെത്തിക്കണേ മാറ്റണ്ട പെൽച്ചക്ക് ഞാൻ മുട്ട എന്നല്ല 2 മുട്ട അതേപോലെ ഒരു പഴം ഓട്സ് അത്ര ഉള്ളു ഇന്റെ ഞാൻ 2 ലിറ്റർ വെള്ളം ഹെൽത്തി ആണല്ലോ എന്റെ ഫുൾ ഹെൽത്തി അപ്പൊ ഇതാണ് സ്പെഷ്യലി ദോശ എന്താ കറി ലാമിന്റെ ചിക്കൻ കറി ഉണ്ട് മാമാന്റെ ദോശ ഉണ്ട് പപ്സ് ഉണ്ട് ആശി മുങ്ങിട്ടോ ആശി മുങ്ങി അപ്പൊ എന്തോ വീഡിയോ എടുക്കാണ്ട് ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ടില്ലേ അപ്പം കാട്ടറബി വൈൻഡപ്പ് ചെയ്യാനല്ലേ ഞങ്ങൾ ഇനി ഇതൊക്കെ റെഡി ആയിട്ട് വരാം ഓക്കെ ഞാൻ കളിക്കാനും പോവാ പൂക്കി അറബിയാണ് ഞാൻ കളിക്കാനും അറബി പോവാ. മൊഞ്ചനായിക്കണ് അറബിയിൽ പറയും എന്ത് എങ്ങനെ സ്റ്റൈല് സ്റ്റൈല് കൂടി Don't talk. എനിക്ക് നാളെ ഇതെന്താണ് ഇതൊരുമാതിരി പറയും 2 വാക്ക് അറബിയിൽ താങ്ക്സ് പറയും ശുക്രൻ ശുക്രൻ ആശി അറബിയിലൊരു വൈൻഡപ്പ് പറയും വലൈക്കും അസ്സലാം ആഷിന്റെ കൈ അല്ല സൈൻ അൽഹംദുലില്ലാ അപ്പൊ കേട്ടോ എന്നാ അതല്ല. ജസാക്കുമുല്ലാഹു ഖൈർ. നോമ്പ് പറ്റിയതിന്റെ ക്ഷീണാണോണ്ടുണ്ട് ഞങ്ങള് അപ്പം എന്താ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ തുറക്കണ സമയത്ത് വരാം ഓക്കെ ഓൻ അടക്കണോക്ക് ഞങ്ങള് പോണോ അപ്പൊ ഓക്കെ പിന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഫാദലു റഹ്മാൻ ഇപ്പം ഫുള്ള് തീ കൂടെ ബിസിനസ് തീന് തൊള്ള തുറക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞയിലുണ്ട് FADLLU പിന്നെ റഹ്മാൻ അറിയാലോ അങ്ങനെ മാഷല്ലാ നിങ്ങൾക്ക് FADL ആവുമ്പോ കിട്ടും കേട്ടോ അപ്പൊ എല്ലാരും ഫോളോ ചെയ്യാ അപ്പൊ ഓക്കെ അപ്പൊ ഞങ്ങള് റെഡി ആയിട്ട് വരട്ടോ ഞങ്ങള് നോമ്പിന്റെ വിശേഷമൊക്കെ കാണിച്ചു തരാം ഓക്കെ ബൈ ഇത് സമയം 4:30 എത്ര പെട്ടെന്ന് സമയം പോണത് അല്ലേ ഫോണിലൊക്കെ ഇങ്ങനെ സംസാരിച്ച് ആരാടാ തവളാച്ചി ഞങ്ങള് എന്താ 4:30 അവിടുത്തെ പ്രിപ്പറേഷൻസ് പാപ്പാ എന്താ പറയും എങ്ങനെ പോണു നോമ്പൊക്കെ സെറ്റ് അല്ലേ ഉഷാറല്ലേ അപ്പം ഞാന് മാമ എങ്ങനെ പണിയെടുക്കണേ ഞാൻ കാണിച്ചു തരാം കേട്ടോ സ്റ്റിൽ പണിയിലാണ് ഗൈസ് നമ്മൾ മാമ പണിയെടുക്കണേണ് രസം ഓക്കെ സോറി ലേറ്റബിൾ ഇവിടെ പപ്സ് എങ്ങനെയായി സെറ്റ് ആവണില്ലേ എണ്ണ അത് നല്ലൊരു മുന്നേറ്റായി വേവിച്ചെടുക്കാം ഞാൻ ഇത് ഭയങ്കര റിലേറ്റബിൾ അവിടെ പണി ഇവിടെ വയല് വാവ് എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യക്കാരല്ലേ ഏറെക്കുറെ അമ്മമാരിങ്ങനെ ഇരിക്കും ഇവിടെ വയലിടും അവിടെ പണിയെടുക്കും അല്ലേ സത്യല്ലേ കമന്റ് അതെ അപ്പം എന്താ മാമ 4:30 ഞാൻ നിസ്കരിച്ചിട്ട് നേരെ ഞാൻ ജിമ്മിൽ പോവാണ് കേട്ടോ ഞാൻ വർക്കൗട്ടിന് നേരത്തെ പോവാണ് മാമ ഓക്കെ അപ്പം അല്ല
ഞങ്ങളെ ട്രെയിനർ പറഞ്ഞു എന്താ നോമ്പ് ഒരു മണിക്കൂർ മുമ്പ് ഒരു 6 മണിയാകുമ്പോഴത്തേന് ഞാൻ വരാം, ഒരു ചെറിയൊരു വർക്കൗട്ട്, പക്ഷേ ചെറിയ വർക്കൗട്ട്, എന്നിട്ട് രാത്രി തറാവിക്കും മറ്റേ എല്ലാം കൂടി ടയേർഡാവുകയാണ്. ഓക്കെ, ഇവിടെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കുട്ടി അറബിനെ ഞാൻ വർക്കൗട്ടിന് പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യും. ഓക്കെ, അവിടെ ഒരു ഫ്രണ്ടിലാണ് അല്ലേ? ടയേർഡായോ? അതെ അപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ജിമ്മിൽ പോട്ടെ. അപ്പം ഞാൻ പോയി വന്നിട്ട് നോമ്പുറക്കുമ്പോൾ വരാം. ഓക്കെ അമ്മ? ഓക്കെ. എന്തോ പറഞ്ഞു പറയേ. ജിമ്മ് ഞാൻ ഈ നേരത്താക്കി. ഞാൻ പെരയിലുള്ള സമയത്ത് ഞാൻ ഈ നേരത്താക്കി ജിമ്മിൻ്റെ ടൈം. ഗൈസ് ഇവിടെ ഇങ്ങനെയാട്ടത് വെക്കണത്, ഇല്ലെങ്കിൽ ഞാൻ തറാവി കഴിഞ്ഞിട്ടല്ലേ പോലെ. അതാണ് മാമൊക്കെ ഒരു അത്ഭുതം. വീഡിയോ കട്ട് ചെയ്യാൻ കാത്തിക്കാണ്. എന്താണ് ചീത്ത അറിയാനേ ഈ നേരത്തെ ജിമ്മിന് പോവേ അല്ലെങ്കിലാണ് ഞാൻ വല്ലാണ്ടൊന്നും ഇതാക്കൂല. നമ്മള് ചെറിയ വർക്കൗട്ട്. ഇതെങ്ങനെയുണ്ട് ഗൈസ്? പുതിയ ചെയ്യണ കുട്ടി അറബിയെ റെഡി ആയിക്കൊണ്ടി പോയിട്ട് വരുമ്പോത്തിന് ലാമി പാക്ക് ചെയ്ത് കൊടുക്കാൻ പോണ നാടുവിടാണോ? ലാമി ഇല്ല, നാടുവിടാണ് ഗൈസ്. സങ്കടമുണ്ട്. ലാമി പോവാണ്. എനിക്ക് മാമാന്റെ സ്പെഷ്യൽ ഇത് വേണ്ടേ ഗൈസ്? പാർസലുണ്ടേക്ക ഞാൻ പറയുമ്പോ അത് എനിക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് തപ്പി നോക്കട്ടെ. ഇവിടെ വീഡിയോ ഷൂട്ടിലാണ്. ബാപ്പ വലിയൊരു നായകനാണ് ഗൈസ്. ബാപ്പാന്റെ കൈവാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണത്. എവിടുന്നാണ് ഈ അഭിനയം പഠിച്ചെന്ന് ചോദിച്ചാല് ലാമി പോവാണ് ഗൈസ്. ഫുഡോ? ഓഹോ, ജെറ്റൊക്കെ പോണേ ഇപ്പൊ എങ്ങനെ? ഓ, ഇവിടെ ഇത്രയും വണ്ടി ഉണ്ട് ഗൈസ്. അപ്പൊ എങ്ങനെ പോണേന്ന് നോക്കണം. എന്നെ വേണം തല്ല ഇനി. അപ്പം ഞങ്ങൾ എന്ത് പോളം എടുത്തിട്ട് പോയിക്കോ. പക്ഷെ ആഷിക്കാക്കൊരു ധൈര്യല്ല. അവിടെ അപ്പൊ അഭിനയത്തിലാണ് ഗൈസ്. അപ്പൊ ഇഞ്ചിന്ന് വർക്കൗട്ടിന് പോവോ? ഇഞ്ചി കാർ പഠിച്ചിക്കണോ വർക്കൗട്ടിനോ? അപ്പം ഞാൻ വേറൊരു വ്ളോഗിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. സംസാരിക്കണില്ല ഞങ്ങള്. അപ്പം പറയും എന്ത് കാറ് പഠിച്ചിക്കണോ? എന്നാ ഒരു വ്ളോഗിൽ ഞാൻ കാറ് പഠിച്ചിക്കണോ ഇല്ലേ നോക്കും, ടെസ്റ്റ് ചെയ്യും. ഓക്കെ. ഇപ്പൊ എന്ത് പഠിച്ചിട്ടില്ലേ? പിന്നെ സെക്കൻഡ് ഞാന് എന്താ പഠിച്ച ഓട്ടം പഠിച്ചു, ക്ലച്ചും ഗിയറും ആക്സിലേറ്ററൊക്കെ പഠിച്ചു, റിവേഴ്സ് എടുക്കാനും പഠിച്ചു. പിന്നെ 3ാമത്തെ ക്ലാസ്സില് എനിക്ക് ഏറ്റവും പ്രശ്നം എന്താ അറിയോ? നമ്മൾക്ക് ഒരു കാറ് ഓട്ടുമ്പോ റോഡ് മൊത്തം കാറായിട്ടല്ലേ തോന്നുക. അത് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. റോഡ് മൊത്തം കാറോ? കാർ ഓട്ടുമ്പോ ആ സൈഡിൽ മൊത്തം എനിക്ക് കാറായിട്ടാണ് തോന്നുന്നത്. അപ്പൊ എനിക്ക് അളവ് അറിയണില്ല വണ്ടിന്റെ. അത് കുറെ ആൾക്കാർക്ക് അളവ്, നമ്മളെ കാറ് എങ്ങനെ സൈഡ് കൊടുക്കണം അതൊക്കെ അതന്നെ. അതായത് നമ്മളെ കാർ എത്ര വീതി റോട്ടിലുണ്ട് അത് ഓട്ടി നമ്മളെ കാറിന്റെ പഠിച്ചോ? അപ്പൊ അടുത്ത ബാബിനെ കൊണ്ട് ഫതിലോ കാർ ഓട്ടിപ്പിക്കാട്ടോ. പ്രശ്നമുണ്ട്. എന്ത്? അപ്പുറത്തെ ആൾക്കും ക്ലച്ചും മറ്റേ പഠിക്കണത് ലേണിംഗ് ക്ലാസ്സിത്തെ മറ്റേ ഡ്രൈവിങ്ങിന്റെ അവിടുത്തെ വണ്ടി വരും അല്ലേ? എനിക്കറിയാം, ഞാൻ പോയിക്കണേ. അത് വേണല്ലേ? അതെടുത്തേ ലാമി ഒട്ടുള്ളൂ എന്നാ പറയണത്. പെട്ടെന്ന് ഒരു KSRTC ബസ് ഒക്കെ വന്നാൽ ഞാൻ ചിലപ്പോ കയ്യൊക്കെ എടുക്കും. അപ്പൊ ഞങ്ങളൊന്ന് സൂക്ഷിച്ച് KSRTC ഒക്കെ വരുമ്പോ കൈ വിടുന്ന അറിയണത്. അപ്പൊ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ ടെസ്റ്റിങ്ങിന്റെ വീഡിയോ വേണോന്ന്. അപ്പൊ ഇന്ന് ജിമ്മിൽ പോണില്ല? നാളെ വരികയാണല്ലേ? പറഞ്ഞിട്ടില്ല. ഇതിന് പറ്റിയ ഒരു സമയം പറഞ്ഞു കൊടുക്ക്. മാഷാ അല്ലാഹ് ഉമ്മയും ഉംറക്ക് പോയി. അപ്പൊ പണിയെടുക്കാൻ പോണ് ഇസ്ലാമി. ഇൻഷാ അല്ലാഹ് നാളെ ഉമ്മയും വരുന്നാണ് പറയണത്. അപ്പൊ ഇൻഷാ അല്ലാഹ് സെറ്റാണ്. പക്ഷേ സെറ്റല്ലേ? പെർഫ്യൂം ആണല്ലോ. നിനക്കും പെർഫ്യൂം
അപ്പം ഞാൻ എന്നാ വർക്കൗട്ടിന് പോകണില്ല ഇപ്പഴോ? ഞാൻ വർക്കൗട്ടിന്റെ ടൈം മാറ്റി guys. ഈ നേരത്തോ? ഈ നേരത്തെ പോയാലും ഒന്നും കൂടിയും എന്താ പറയാ ഫാറ്റ് ലോസ് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ട്. ഫാറ്റ് ലോസ് ഒന്നുകൂടി നല്ല ഉണ്ടാവുമെന്നാണ് പറയണത്. പക്ഷെ ആ നേരത്തെ നമ്മള് ഡീഹൈഡ്രേറ്റഡ് ആണ് ബോഡി മൊത്തം. അല്ല ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ടാവുന്ന സമയത്ത് മാത്രം പോവുള്ളൂ. ഓക്കെ ഉണ്ടോ നോക്കണ്ട് പറ്റോ നോക്കട്ടെ. നോക്ക് ഞാൻ അവിടെ ജിമ്മിനൊക്കെ പോകുന്നുണ്ട് ഗൈസ് മാഷാല്ലാ ലാമി. പോകാനായിട്ട് ഞാൻ അവിടെ പോയി കുറെ ദിവസം നിന്നു. അപ്പൊ ഞങ്ങള് പോട്ടെ. ഞാൻ പോയി വരുമ്പോ ഈ ഉണ്ടാവും ഇവിടെ. എന്റെ നിന്നിട്ട് ഞാൻ ഇല്ലാത്തോണ്ട് ഞാൻ പോയി വരുമ്പോ ഈ ഇവിടെ ഉണ്ടാവോ? ഉണ്ടാവില്ല. ഏട്ടാ പോയി അപ്പൊ ഗൈസ് കാണാം ഇൻഷാല്ലാ. വീഡിയോ എടുത്തിട്ട് പോവാറുണ്ട് നമുക്ക്. അപ്പൊ ഓക്കെ ടാറ്റ. അപ്പൊ ഞങ്ങൾ കുട്ടന് വിശന്നിട്ടൊന്നുമില്ലല്ലോ, സെറ്റല്ലേ? നോമ്പ് വെക്കുന്നുണ്ട് കേട്ടോ. അവൻ എല്ലാ വർഷവും 7 വയസ്സിലൊക്കെ തുടങ്ങി. പക്ഷെ ഇന്റെ ഓർമ്മ വെച്ചവൻ എല്ലാ നോമ്പൊക്കെ നോക്കലുണ്ട്. മാഷാല്ലാ ഗുഡ് ബോയ്. എന്റെ ഓർമ്മയില് ഫുൾ നോമ്പ് പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അല്ല പോയി വെള്ളം കുടിച്ചല്ല നോണ അറിഞ്ഞെടുക്കല്ലേ നോണേ ഇത് കഴിഞ്ഞല്ലേ ഫുള്ള് നോറ്റിനോ? എനിക്ക് വെയ്യായിട്ട് ഏതായിരുന്നു വിട്ടില്ലേ? ഇത് കഴിഞ്ഞല്ലേ വെയ്യായിട്ട് വിട്ടില്ലേ? കാരണം ഇത് നോണേട്ടോ, പക്കാ നോണ. ഇങ്ങനെ നോണ അറിയണ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം കുടിക്കണം. പെട്ടെന്ന് പോയിട്ട് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യം അല്ല, ഇത് ശരിക്കുള്ളൊരു സംഭവമാണ്. നമുക്ക് ഉറപ്പില്ലാത്ത കാര്യം സത്യമാണെന്നൊന്നും പറഞ്ഞ ആരും പറയാൻ നിൽക്കരുത്. ഇതേപോലെ എന്തെങ്കിലും തിരിച്ചെടുക്കാണ്ടോ? അസ്തഗ്ഫിറുല്ലാഹ് എന്തെങ്കിലും പറയാണ്ടോ? ചെയ്യുമ്പോ മുടിയോ ഗൈസ്? ഇല്ല ഗൈസ്, ചെയ്യുന്നൊന്നുമില്ല. അപ്പൊ ഞാൻ എന്താണ് ഞാൻ പോയി വരുമ്പോഴത്തേന് അറബി ആവണം കേട്ടോ. ഞങ്ങളെ അർബാബിന് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? വീഡിയോയിൽ ഭയങ്കര സ്റ്റാൻഡേർഡ് ഗൈസ്. പിന്നൊന്നുമില്ല, ഞാൻ പോയി വരാം കേട്ടോ. അപ്പോത്തിന് അറബി സെറ്റ് ആവണം, അവിടെ എല്ലാം സെറ്റാക്കി വെക്കണം. ഓക്കെ ഇതാണ് എൻ്റെ ട്രെയിനർ, ട്രെയിനർ വിജീഷ് ഏട്ടൻ. എൻ്റെ മാസ്റ്റർ. ഇന്നെ കളിക്കുക നമ്മള് ഫുള്ളില്ലേ? ഇന്നെ ഫുള്ളാക്കും. ഫുൾ ടൈം ഫുള്ളാണ്. പട്ടിപ്പണിയാണ്. നോമ്പ് നോറ്റിട്ടും പണിയെടുപ്പിക്കാണ് കാര്യം. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്നിട്ട് വേണം നേരെ വീട്ടിൽ പോയിട്ട് നോമ്പ് തുറക്കാൻ. 2 ദിവസവും വീട്ടിൽ നിന്ന് തുറക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ തിരിച്ചെത്തി ഗൈസ്. ക്ഷീണിച്ചത് ബാങ്ക് കൊടുക്കാനായി. നമ്മളെ അറബിനെ വരവേൽക്കണം നമുക്ക്. ഇവിടുത്തെ മാമാൻ്റെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മാഷല്ലാ മാമ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പുറത്തേക്ക് തിന്നാന മാമ റെഡി ആക്കി കൊണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് അറബി അവിടെ നിസ്കരിക്കുകയാണ്. അപ്പം ഞാൻ അപ്പോത്തിന് ഫ്രഷ് ആയി വരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നോമ്പ് തുറക്കാം. ഒരു 15 മിനിറ്റ് കൂടി ഉണ്ട് ഇൻഷാല്ലാ. ക്ഷീണിച്ചു ഗായ്സ്. അസ്സലാമു അലൈക്കും. യാ അറബി, എന്താണ് പരിപാടി? നോമ്പ് തുറക്കാനായോ? അപ്പൊ അത് അറബി റെഡി ആയിക്കണേ. അപ്പൊ നോമ്പ് തുറന്നാലോ? അപ്പ വാ, അറബിനെയും കൂട്ടി നമുക്ക് നോമ്പ് തുറക്കാൻ പോവാ. ഇതാ 5 മിനിറ്റ് കൂടി ഉള്ളൂ ഗൈസ്. ഇതെന്താ മഗ്‌രിബ് നിസ്കരിച്ച? മാഷാല്ലാ. അറബി, നമ്മളെ അറബി എത്തി. ആരും എന്താ നമ്മളെ അറബിനെ മൈൻഡ് ആക്കാത്തെ? എന്താ രണ്ട് അറബി വാക്ക് പറഞ്ഞോ അപ്പൊ അറബിനോട്. നാണം, അറബിക്ക് വീണ്ടും നാണം. മാമ അപ്പൊ എല്ലാം റെഡി ആക്കിയിട്ട് ഞങ്ങളിതാ നോമ്പ് തുറക്കാനായി. മാമന്റെ സ്പെഷ്യൽ കേട്ടോ. മാഷാല്ലാ അൽഹംദുലില്ലാ. ഞങ്ങൾ നോമ്പ് തുറക്കാൻ പോവാണ്. ഇവിടെ വേറൊരു സ്പെഷ്യൽ അതിഥി ഉണ്ട്. സർപ്രൈസ് ഉണ്ട്. കൊണ്ടുപോയി എവിടെ? വേറൊരു സ്പെഷ്യൽ അതിഥി ഉണ്ട്. എവിടെ? എന്നെ കൊണ്ടുപോയി അതിഥിന്റെ അടുത്തേക്ക്. അതിഥി എവിടെ? എവിടെ? ലാമി കൺഗ്രാജുലേഷൻസ്. പോവാണ് പറഞ്ഞിട്ട് അവിടെ പോയില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നോമ്പ് തുറന്നിട്ട് പോവാന്ന് വിചാരിച്ചു അല്ലേ? ഇത്രയും സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ട് ലാമിക്ക് പോവാൻ തോന്നില്ല. ലാമി ഇതാട്ടോ തുറക്കുമ്പോൾ കഴിക്കണം. നല്ല സ്ട്രോബെറി ഉണ്ട് ഗൈസ്, സ്ട്രോബെറി. അപ്പൊ എല്ലാരും ഞങ്ങള് നോമ്പ്. അറബി ഹാപ്പി അല്ലേ? കഴിക്കണം, നല്ലോണം കഴിക്കണം. ഓക്കെ
തട്ടിയോ വീഡിയോ ഇപ്പൊ ഓഫ് ആക്കുന്നിട്ട് ഒഴിഞ്ഞാ മതി. അപ്പൊ ഫാനും എല്ലാം ഇട്ട് ഞങ്ങളെ ഇന്നത്തെ നോമ്പിന്റെ സ്പെഷ്യൽ ഇത്ര ഉള്ളല്ലേ അമ്മ? ഇൻഷാ അല്ലാ ഇത്ര ഇല്ലേ? അൽഹംദുലില്ലാ അല്ലേ ലാമി? മാഷാ അല്ലാ ലാമി ഭയങ്കര ഹാപ്പിയാണ്. എന്തൊരു സാഡ് ഉണ്ട് മുഖത്ത്. എന്താണ് വീഡിയോ ശരിയാവായിട്ടാ? പ്രേക്ഷകരോട് പറയൂ, ലാമി ഫാൻസ് അറിയട്ടെ. ലാമിന്റെ ടീം നാളെ വരുന്നുണ്ട് കേട്ടോ, 15 ദിവസത്തിന് ശേഷല്ലേ? അപ്പൊ ഞങ്ങള് നോക്കാണ് ഇൻഷാ അല്ലാ. മാമ താങ്ക് യു. ഈ കൈ ആരെങ്കിലും ഒന്ന് വാങ്ങുമോ? ഓക്കെ അപ്പൊ എടാ ഇന്ന ചമ്മിച്ചു. എന്തായാലും ചമ്മിഞ്ഞതാ. അപ്പൊ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിക്കണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക. അതൊന്നും ഇല്ലെങ്കിലും പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. നല്ല ദിവസങ്ങളും നല്ല നാളുകളുമാണ്. ലാമിനെ കണ്ടില്ലേ? ലാമി പ്രാർത്ഥിക്കാൻ പറയും നമുക്കൊക്കെ വേണ്ടി. അതെ അപ്പൊ ആയിക്കോട്ടെ കേട്ടോ. ഇപ്പൊ ബാങ്ക് കൊടുക്കാനായി. അപ്പൊ വേറൊരു അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ ഡെയിലി ഇടാൻ ശ്രമിക്കും. അപ്പം വേണോ വേണ്ടതെന്നൊക്കെ നിങ്ങൾ വേണ്ടെന്ന് കമന്റ് ചെയ്യൂല, വേണമെന്നേ പറയുള്ളൂ എന്നറിയാം. എന്നാൽ ഇൻഷാല്ലാ അതിഥിയോടെ ഗൈസ് ഇവിടെ ഒരാള് ബാങ്കിനെ വരവേൽക്കാണ് ഗൈസ്. ബാങ്കിനെ വരവേൽക്കാണ് ഗൈസ്. ഇപ്പൊ ഫുള്ള് സ്റ്റാൻഡേർഡ് ആവണ്ടല്ലോ വീഡിയോ തുടങ്ങിയ. ടോക്സേ ഒരു ഹായ് പറയൂ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതല്ലേ ഉള്ളൂ. ടോക്സേ ഒരു ഹായ്. ഹായ് ഹായ്. യെസ്, ഇത് ഞങ്ങളെ ബിസിനസിന്റെ ഒരു പാർട്ട്ണറാണ് ഗൈസ്. അതിന്റെ വീഡിയോ ഞാൻ പിന്നെ കാണിച്ചുതരാം. അപ്പൊ ഇൻഷാല്ലാ വ്ളോഗാണ്. അപ്പം നോമ്പ് തുറക്കാനായി. അപ്പൊ ഇൻഷാല്ലാ തുറന്നിട്ടൊക്കെ വരട്ടോ. പറഞ്ഞ പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ സുബൈന്റെ വ്ളോഗ് പറ്റുകയാണെങ്കിൽ എടുക്കാൻ നോക്കട്ടോ. വേറൊരു സ്പെഷ്യൽ സാധനം ഉണ്ട്, വെയിറ്റ് ആൻഡ് സീ. ഓക്കെ.